ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒന്ന് പുറത്തോട്ട് പോവാണ്. ഞാനല്ല, ഞങ്ങളെല്ലാവരും പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു പാലുകാച്ചുണ്ട് കേട്ടോ. അപ്പം അതിന് ആ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ഇതാ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് കാണിക്കുവാണ് കേട്ടോ. എൻ്റെ അച്ഛനാണേ അത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ അമ്മയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ അച്ഛനെ വന്നായിരുന്നു. എൻ്റെ അമ്മയും ഉണ്ട് കേട്ടോ. അമ്മ അടുക്കളയിൽ എന്തോ നിൽക്കുവാണേ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം രണ്ട് മക്കളെയും കുളിപ്പിച്ച് ഒരുക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പുറത്ത് നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ കാർ ഷെഡ് വന്നിട്ട് കുറച്ച് അപ്പുറത്താണ്. ഒരു കടമുറി കാർ ഷെഡായിട്ട് ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അപ്പുറത്തോട്ടേ പോയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ആ ഒരു കടമുറി. ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുവാണ് കേട്ടോ. ഇനി കാർ എടുക്കുക പോവുക എന്നുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ നമ്മൾ താമസിക്കുന്ന വീട് അറിയാമായിരിക്കും. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വീടുണ്ട്, പക്ഷേ ജോലിക്ക് ആവശ്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണേ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു കടമുറി ഉണ്ട്. അപ്പോൾ അതിലാണ്, ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. അവിടെ ഇപ്പം നമ്മൾ കാർ ഷെഡായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു യമഹയുടെ ഷോറൂം കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങാനും പോകാനും വരാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും പോകാനും വരാനും ഒക്കെ. അപ്പോൾ ഈ ഒരു കണ്ട സൈഡിലൊരു കടമുറി ഉണ്ടോ, അപ്പോൾ അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ പോകുന്നത് പാലുകാച്ച് വീട്ടിലേക്കാണ്. പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ഛനും അമ്മയും നേരെ എൻ്റെ വീട്ടിലോട്ട് പോവും. ഏട്ടൻ്റെ അമ്മ ഇവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മയുടെ ഡ്യൂട്ടിയാണ് ഇനി 4 ദിവസം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത 4 ദിവസം ആകുമ്പോഴത്തേക്കും എൻ്റെ അമ്മ വരും, ഏട്ടൻ്റെ അമ്മ തിരിച്ച് മഠത്തിലോട്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പം എനിക്ക് സംഭവം ജോലികളും ഇവരുടെ നോക്കലും കൂടെ എല്ലാം കൂടെ പറ്റില്ല. കാര്യം ഇവർ ഭയങ്കര കുസൃതിയാണ്. നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കത്തില്ല. അപ്പം ഒരാളും കൂടെ വേണം നമുക്കൊരു ഹെൽപ്പിന്. അതുകൊണ്ടാണ് കേട്ടോ അമ്മമാരിങ്ങനെ മാറിയും തിരിഞ്ഞും വന്നും പോയും നിൽക്കുന്നത്. ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കും പോലെ സ്വന്തം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് മൊബൈലിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോഴേക്കും ഏട്ടൻ കാർ എടുത്ത് തിരിച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് കാറിൽ കയറി ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ട്. അപ്പം അത് കാണാം. എൻ്റെ നാട് വഴിയാണ് കേട്ടോ ഈ ഒരു പാലുകാച്ചൽ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അത് കാണിച്ചു തരണം. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റൊക്കെ എടുത്ത് പുറകിലോട്ട് കൊടുത്തു കേട്ടോ. മോള് ചിലപ്പം എൻ്റെ അടുത്തേക്ക് വരാൻ നിർബന്ധം കാണിക്കും. അപ്പോൾ അതും കൂടെ എനിക്ക് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എടുത്ത് അപ്പുറത്തേക്ക് കൊടുത്തിട്ട് മോളെ നമ്മൾ ഫ്രണ്ടിലാക്കി കേട്ടോ. നമ്മുടെ നാട്ടിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരിടം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയുക തന്നെ വേണം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നാട് വഴിയാണ് ഈ ഒരു പാലുകാച്ചൽ വീട്ടിലേക്ക് പോവേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര നീന്തൽക്കുളം നമുക്ക് കാണാൻ പറ്റും. പിരപ്പങ്കോട് ഡോക്ടർ BR അംബേദ്കർ അന്താരാഷ്ട്ര നീന്തൽക്കുളം. ഇത് അന്താരാഷ്ട്ര നീന്തൽക്കുളമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നീന്തൽ പഠിപ്പിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നീന്തൽക്കുളം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ അകത്ത് കയറുന്നില്ല, അതിനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് അത് കാണാൻ പറ്റും. ഒത്തിരി ആളുകൾക്ക് ഇവിടെ നീന്തൽ പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നീന്തൽക്കുളം വരുന്നതിന് മുന്നേ നമ്മുടെ പെരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ നീന്തൽ പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കേന്ദ്ര സർക്കാരിലായിരുന്നാലും കേരള സർക്കാരിലായിരുന്നാലും ഒത്തിരി ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മഹനീയമായിട്ടുള്ള ഒരു സ്ഥാപനമുള്ളപ്പോൾ കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ. അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അന്താരാഷ്ട്ര നീന്തൽക്കുളം. ഇവിടെ പഠിപ്പിക്കാനായിരുന്നാലും പഠിക്കാനായിരുന്നാലും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സ്ഥാപനം തന്നെയാണിത്. ഇത് കൂടാതെ നമ്മുടെ പെരപ്പങ്കോട്ട് വേറൊരു നീന്തൽക്കുളം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുളം വരുന്നതിന് മുന്നേ ഉള്ള കുളമാണ് ആ ഒരു കുളം. അതായത് പെരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ കുളമാണ് കേട്ടോ. അവിടെയും ഈ പറഞ്ഞതുപോലെ നീന്തലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അവിടെ അങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് അറിയില്ല. അപ്പോൾ അന്താരാഷ്ട്ര നീന്തൽക്കുളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഒരു ഇടറൂട്ട് വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇടറൂട്ട് വന്ന് കയറുന്നത് മത്തനാടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു ശാസ്താവിൻ്റെ അമ്പലത്തിൽ ഏട്ടന് ആദ്യം പൂജ കഴിച്ചിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഈ കാണുന്ന ഒരു പുരയിടം കണ്ടായിരുന്നു. ഇവിടെ പണ്ട് ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. ഒരു മഠമാണ് ഉണ്ടായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ. അവർക്ക് തന്നെ ഒരു തെക്കതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു തെക്കതോ മഠമോ ഒന്നും തന്നെ കാണാനില്ല.
അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം പാലുകാച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നതായിരിക്കും പാലുകാച്ച് വീടെന്ന് കേട്ടോ. അതല്ല, സൈഡിലുള്ളതാണ് കേട്ടോ പാലുകാച്ച് വീട്. എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഏട്ടൻ പോയി പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാ ഇദ്ദേഹത്തിൻ്റെ വീടാണ് കേട്ടോ ഇന്ന് പാല് കാച്ചുന്നത്. ആ സൈഡിൽ കാണുന്ന ആ വെള്ള പെയിൻ്റ് അടിച്ച വീട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഈ വീടാണ് പാല് കാച്ച് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം പാല് കാച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വീടിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാ കന്നിമൂലയിൽ തന്നെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും ലേറ്റ് ആകാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലമൊക്കെ അടച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം ഇച്ചിരി താമസിക്കും. അപ്പോൾ എവിടെയായിരുന്നാലും പക്ഷേ ഞങ്ങൾ പോവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിമിഷ, നേരത്തെ കണ്ട ചേട്ടൻ്റെ വൈഫാണ്. അതായത് ഈ വീട്ടിൻ്റെ ഗൃഹനാഥയാണ് കേട്ടോ. അപ്പോൾ നിമിഷ അമ്മയും കൂടെയാണ് നമ്മുടെ അവിടെ വന്ന് വിളിച്ചത് കേട്ടോ. നേരത്തെ കണ്ട ആ ചേട്ടനില്ലേ, നിമിഷയുടെ ഹസ്ബൻഡ് നേവിയിലാണ് കേട്ടോ. അപ്പം ഇതാണ് അടുക്കള. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്നൊന്ന് കാണാം. ഇതാണ് അവരുടെ അടുക്കള. ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ട് അട്രാക്റ്റീവായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നിമിഷയുടെ അമ്മ. അപ്പോൾ ഇതാണ് കേട്ടോ അടുക്കള. കണ്ടില്ലേ പാല് കാച്ചലിൻ്റെ ആ ഒരു കലമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റെയർ കേസാണ് കേട്ടോ. മുകളിലോട്ട് പോകാനുള്ള കോണിപ്പടിയാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് കേട്ടോ. താഴെയും 2 ബെഡ്റൂമുണ്ട്, മുകളിലും 2 ബെഡ്റൂമുണ്ട്. ഇനി മുകളിലോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മുകളിലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ലൈറ്റൊക്കെ കാണാൻ പറ്റും. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു മുകളിലത്തെ ആ ഒരു നിലയിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് തന്നെ ഈ ഒരു ലൈറ്റ് കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് തൂക്കിയിട്ടേക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയല്ലേ ഈ ഒരു ലൈറ്റ് കാണാൻ. അപ്പോൾ ഇത് ഒരു ബെഡ്റൂമാണേ. അപ്പം അത്യാവശ്യം സ്പേസൊക്കെ ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കബോർഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ബാൽക്കണി. നമ്മുടെ 2ാമത്തെ നിലയുടെ ബാൽക്കണിയാണ്. അപ്പുറം സൈഡാണ് ടെറസ് കേട്ടോ. ഈ ബാൽക്കണിയുടെ അടുത്ത് തന്നെയാണ് ടെറസ് കാണാൻ പറ്റുന്നത്. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. വീട് വെക്കാനായിട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടേക്കുകയാണ്. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ ടെറസാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരു ഗോണിപ്പടി വെച്ചിട്ടുണ്ട്. മുകളിൽ ടെറസിലേക്ക് പോകാനുള്ള ഒരു ഗോണിപ്പടിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പിന്നീട് റൂഫോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. വീട്ടിൻ്റെ പേര് കൈലാസം എന്നാണ് കേട്ടോ. കണ്ടില്ലേ, കൈലാസം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒത്തിരി പേരൊന്നും വിളിച്ചിട്ടില്ല. ഇത് 2ാമത്തെ നിലയിൽ തന്നെ ഉള്ളൊരു വേറൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ പണികളും പൂർത്തിയായതിന് ശേഷമാണ് ഇവർ പാലുകാച്ച് കഴിഞ്ഞ് താമസമായത്. അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു 3 വർഷം കൊണ്ട് പണിത വീടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ബാൽക്കണിയുടെ മുകളിൽ ഒരു ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു ലൈറ്റ്. ഇവിടെ തന്നെ ഒരു ഹാളുണ്ട്. അപ്പോൾ ആ ഹാളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സെറ്റിയും സോഫയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ TV ഏരിയയും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതുപോലെ അയൺ ബോക്സ് വെക്കാനുള്ള ഒരു സെറ്റപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചില വീടുകളിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിതാ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നിരിക്കുവാണ്. അപ്പോൾ താഴത്തെ നിലയിൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗൃഹനാഥ. അപ്പോൾ അവൾ എന്നെ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു TV വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. മുകളിലത്തെ അതുപോലെ തന്നെയാണ് കേട്ടോ താഴത്തെ നിലയും. അതേ ഡിസൈനും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. മുകളിൽ ഡൈനിങ് ഏരിയ ഇല്ലാന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ് കേട്ടോ, മുകളിലും താഴെയൊക്കെ. ഇപ്പോൾ താഴെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.